ആർട്സ് ഇന്റർകൾച്ചർ അമ്യൂസ്മെന്റ് ആൻഡ് മൂവി മേക്കേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം ഇസാറ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുടെയും ആസ്റ്റർ ലാബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പും ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും നടത്തി. ബിഗ് ബോസ് താരവും ചലച്ചിത്ര നടനുമായ ഡോക്ടർ രജിത് കുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആർട്സ് ഇന്റർകൾച്ചറൽ അമ്യൂസ്മെന്റ് ആൻഡ് മൂവി മേക്കേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം ഇസാറ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി ആസ്റ്റർ ലാബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ്, ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് എന്നിവ നടത്തി. ബിഗ് ബോസ് താരവും ചലച്ചിത്ര നടനുമായ ഡോക്ടർ രജിത് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു വലിയ സംഘടനയാണ് അരിമ. ഒരുപാട് കൂട്ടായ്മകൾ, ഒരുപാട് കലാകാരന്മാരുള്ള ഒരു സംഘടന. അപ്പം അതുകൊണ്ട് തന്നെ കലാകാരന്മാരുടെ സംഘടന എന്ന് പറയുമ്പോൾ നന്മ നിറഞ്ഞ മനസ്സുള്ളവരുടെ സംഘടന, കലാകാരന്മാരുടെ സെൻസിറ്റീവാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർ സമൂഹത്തിൻ്റെ ഒരു പ്രതിച്ഛായയും സമൂഹത്തിൻ്റെ വേദനകളും എല്ലാം അതിനുള്ളിലൂടെ കടന്നു. ഇന്ന് നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രോഗികളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇതിന് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും അടുത്തുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. മണിക്കൂറുകളോളം ചോദിക്കേണ്ടി വരും. അപ്പം നമ്മുടെ മിഡിൽ ക്ലാസ്സും താഴത്തെ തട്ടിലുള്ള പാവപ്പെട്ടവർക്കും ഒരു ലാബ് ടെസ്റ്റ് കയറി ചെയ്തിട്ട് ഇറങ്ങി വരുമ്പം 1800, 2000, 2500 രൂപ ഒരു ലാബ് പരിശോധനയ്ക്ക് മാത്രമാവുമ്പോൾ വളരെയധികം കഷ്ടമാണ്. ആ സമയത്താണ് ആസ്റ്റർ ലാബ് ഇവിടെ സൗജന്യമായിട്ട് ജീവിതശൈലി രോഗങ്ങൾ നിർണ്ണയിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയൊരു മനസ്സാണ്. ഇങ്ങനെയുള്ള നല്ല മനസ്സുള്ള ആശുപത്രികളും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്, ഇത് ജീവകാരുണ്യ പ്രവർത്തനം എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല, അത് മനസ്സുള്ളവർക്ക് മാത്രമേ പറ്റൂ. അത് വലിയൊരു മനസ്സാണ്. ആ മനസ്സ് നമ്മുടെ വീട്ടിൽ തുടങ്ങണം. അതെങ്ങനെ തുടങ്ങണം എന്ന് ചോദിച്ചാൽ, ഭാര്യയായാലും ഭർത്താവായാലും ആദ്യം ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഒരു ഉരുള ഉരുട്ടി തൻ്റെ അമ്മയും അച്ഛനും വീട്ടിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ വായിലേക്ക് പിടിച്ചു വെച്ച് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിനെയും ഭാര്യയെയും വായിലേക്ക് പരസ്പരം വെച്ച് കൊടുത്തതിന് ശേഷം മക്കൾക്ക് കൊടുക്കുക. കാരണം മക്കളെ കാണിച്ച് വളർത്താത്തതുകൊണ്ടാണ് മക്കൾമാരുന്ന മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ തട്ടിയിട്ട് സ്വാർത്ഥതയിൽ അവർ കാനഡയിലും യൂറോപ്പിലും പണം ഉണ്ടാക്കുന്ന മെഷീനായി പോയി നടക്കുന്നത്. ഐമ സ്ഥാപകരായ ഏഞ്ചൽ വർഗീസ്, അനില എം കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഐമ സംസ്ഥാന വൈസ് പ്രസിഡന്റും ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റുമായ ദീപക് മേനാമ്പള്ളിൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റും ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയുമായ സജീന കരുവാറ്റ, രാജീവ് കായംകുളം, മുട്ടം ഗോപിനാഥൻ നായർ, അജികുമാർ മുതുകുളം, സന്തോഷ് മാവേലിക്കര എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും മറ്റ് ജില്ലകളിൽ ക്യാമ്പ് നടത്തുവാൻ തീരുമാനിച്ചുവെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും വിഷുസദ്യയും നൽകി. CDNet ന്യൂസ്, കായംകുളം.